നിങ്ങളുടെ കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ട് ആളുകൾ വോട്ട് മാറ്റി ചെയ്തതാണ്. പുന്നപ്പുറയുടെയും വയലാറിൻ്റെയും ചുവന്ന മണ്ണിൽ ഈ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന നാട്ടിൽ എന്തുകൊണ്ട് ഇങ്ങനെ റിസൾട്ട് ഉണ്ടായി എന്നുള്ളത് പാർട്ടിക്കാർ സൗകര്യം പോലെ ആലോചിച്ചാൽ മതി. ഞാൻ പറഞ്ഞ കണക്കാക്കണ്ട. സജി ചെറിയ കഷ്ടിച്ച് ജയിച്ചു, രക്ഷപ്പെട്ടു എന്നുകൂടി പറയാം. അദ്ദേഹത്തിന് ഇനിയും ഭരണഘടന കുന്തമോ കുടച്ചക്രമോ എന്നൊക്കെ രീതിയിലുള്ള വ്യാഖ്യാനവും നടത്താം. പക്ഷേ അതിനപ്പുറത്ത് ആലപ്പുഴയിൽ പാർട്ടിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ തിരിച്ചടി ഉണ്ടായി? കഴിഞ്ഞ തവണത്തെ റിസൾട്ട് എന്തായിരുന്നു? കഴിഞ്ഞ തവണ എന്താ റിസൾട്ട് എന്തായിരുന്നു? ഇത്തവണത്തെ റിസൾട്ട് എന്താണ് എന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിൻ്റെ കാര്യം മനസ്സിലാവും. ഇത് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാരും ഒരുപോലെ കറപ്റ്റായിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ സത്യത്തിൽ സുധാകരൻ മാത്രമേ റിബലായിട്ട് മത്സരിച്ചുള്ളൂവെങ്കിലും അദ്ദേഹത്തിൻ്റെ ജയത്തിൽ സന്തോഷിക്കുന്ന ഒരുപാട് ആളുകൾ CPM-ൽ തന്നെയുണ്ട്. AK ബാലൻ തീർച്ചയായിട്ടും സന്തോഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പിണറായി വിജയനെ ധിക്കരിച്ച് പുറത്തു വരാനുള്ള ധൈര്യം ഉണ്ടായില്ല. തോമസ് ഐസക്ക് ഉള്ളുകൊണ്ട് അസൂയപ്പെടുന്നുണ്ട്. MA ബേബിയും ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, അത് നന്നായി എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇതുപോലെ വിചാരിക്കുന്ന ഒരുപാട് ആളുകൾ നേതാക്കന്മാരിലുണ്ട്. ആ ഇടത്തരം നേതാക്കളിലുണ്ട്. MLA യും MP ഒന്നും ആകാൻ പറ്റാതെ പോയവരിലുണ്ട്. ഈ ചിന്താഗതിയുള്ളവരാണ് ഇന്ന് CPM-ൽ കൂടുതലും. കാരണം കാരണഭൂതൻ്റെയും മരുമോൻ്റെയും മുമ്പിൽ ഓച്ചാരിച്ച് നിൽക്കാത്ത ഒരാൾക്കും ഇന്ന് ഈ പാർട്ടിയിൽ പ്രസ്ഥാനത്തിൽ നിലനിൽപ്പില്ല എന്നുള്ളതാണ് സത്യം.